ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈസ് കോർണർ. നമുക്ക് മുതിര വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ്ങിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഞാനിത് ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിത് ഒരു 3/4 കപ്പോളം മുതിര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വറുത്തെടുക്കാം. നിങ്ങൾക്ക് മൊത്തത്തിൽ ഇട്ടെടുക്കാതെ കുറേശ്ശായിട്ടും വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് ശരിക്കും ഒന്ന് പൊട്ടിപ്പൊരിഞ്ഞ് വരുന്നത് വരെ വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കണേ. നല്ലതാണ് കേട്ടോ മുതിര കഴിക്കുന്നത്. ഇത് അധികം മഴക്കാലങ്ങളിലാണ് മുതിര എല്ലാവരും കഴിക്കാറുള്ളത്. ചോറിലിട്ട് വേവിച്ചെടുക്കാറുണ്ട്. അതുപോലെ തന്നെ വറുത്ത് സ്നാക്ക് ഉണ്ടാക്കിയൊക്കെ കഴിക്കാറുണ്ട്. നമ്മൾ കറി വെച്ചും കഴിക്കാറുണ്ട്. പിന്നെ സാധാരണ ഇത് ഗർഭിണികളും തടി അധികം മെലിഞ്ഞ ആളുകളും കഴിക്കരുതെന്ന് പറയുന്നത് കേൾക്കട്ടെ നമ്മുടെ അമ്മമാരൊക്കെ. എന്താണെന്നറിയില്ല കേട്ടോ. ഇത് നല്ലതുപോലെ വറവായി വരുന്നുണ്ട്. ചിലതൊക്കെ പൊട്ടിപ്പോരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, വെളുത്ത കണ്ടോ. ഒരു കളറൊക്കെ മാറി വന്ന് നമുക്കിതിന് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇത്രയും മതി. നമുക്കിനി ഇതിലേക്ക് ആ ചൂടോടൊക്കെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരു 10, 15, 20 മിനിറ്റ് വരെ നമുക്കിങ്ങനെ വെക്കാം. ഇതൊന്ന് ചൂടാറുന്നവരെ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ വെക്കാം കേട്ടോ. ഒരു 20 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മുതിര വറുത്തെടുത്ത് വെള്ളത്തിലിട്ടത് അതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അടിയിൽ കല്ലുണ്ടോക്കെ നോക്കണം. ഇതിൽ കല്ലില്ല കേട്ടോ. ഇത് നമുക്കൊന്നിങ്ങനെ നോക്കാം കേട്ടോ. എന്നിട്ട് അത് അധികം പൊന്തിപ്പോരൊക്കെ ഒന്ന് ഒഴിവാക്കുകയും ചെയ്യണേ. നമ്മൾ ശരിക്കും ഒന്ന് കഴുകി എടുക്കുകയും വേണം കേട്ടോ. നമ്മളിങ്ങനെയാണ് കല്ലുണ്ടോ നോക്കാറ് കേട്ടോ. ഇതിങ്ങനെ വെള്ളത്തള്ളി ഇങ്ങനെ അരിച്ചു കൊടുക്കലാണ്. ചിലതിന് നല്ല മണലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഒന്നുമില്ല കേട്ടോ ഇതിൽ. നമുക്കത് ശരിക്കൊന്ന് 1-2 പ്രാവശ്യം നന്നായി കഴുകി എടുക്കാം. അപ്പോൾ നമ്മളൊന്ന് കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം, ഇത് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണേ. ശരിക്കും മുങ്ങി നിൽക്കണം കേട്ടോ. അതിൻ്റെ കുറച്ച് മേലെ ആയിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ മുതിര വന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഒരു 5 വിസിൽ അടിച്ചു. അതിന് ശേഷം ഞാനൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഓരോ മുതിരക്ക് ഓരോ വേവായിരിക്കും, അതിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാനിത് ഇവിടെ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ആവശ്യത്തിന് മധുരം ഉണ്ടാവും. നമ്മൾ എടുത്ത അളവിനനുസരിച്ച് 2 അച്ച് ശർക്കര മതി കേട്ടോ. അതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണേ. അപ്പോൾ അതേ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിൽ കല്ലുണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുക്കാൻ വേണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. മുതിരയ്ക്ക് ഉപ്പിട്ട് വേണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മുതിരയ്ക്ക് മധുരവും ഉപ്പും കൂടി വേണമല്ലോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതേ നമ്മൾ വേവിച്ച് വെച്ച മുതിരയല്ലേ, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇത് നമുക്കിതേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഈ വെള്ളത്തിൽ കടന്ന് ശരിക്കും മധുരമൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അധികം വറ്റാനും പാടില്ല, കുറച്ച് നീരൊക്കെ വേണം കേട്ടോ. ആ രൂപത്തിൽ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കൂടി ഇതിൽ മധുരമൊക്കെ പിടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം മുതിരയൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നന്നായി വന്നിട്ടുണ്ട്. ഇനി മധുരമൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി. ഒരു 5 മിനിറ്റ് സമയം കൂടി നമുക്ക് നേരം നമ്മൾ അടച്ച് വെച്ച് പിന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ തേങ്ങയൊക്കെ ഒന്ന് വേവട്ടെ. അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുതിര ശരിക്കും മധുരവും ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. ഇത് അടച്ച് വെച്ചിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇളക്കി കൊടുത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നീര് ഇതിൽ വേണം കേട്ടോ. നമ്മൾ അധികം ഡ്രൈ ആക്കാൻ പാടില്ല. നമ്മൾ ഓഫാക്കുന്ന സമയത്ത് കണ്ടോ കുറച്ചൊക്കെ വെള്ളം വേണം കേട്ടോ. നല്ല ടേസ്റ്റിന് കുറച്ചൊരു നീരോട് കൂടി നമ്മൾ കഴിക്കുമ്പം പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത്യാവശ്യം മധുരം വേണേ, തേങ്ങയും ഒക്കെ ചേർക്കണം. പിന്നെ ഇത്തിരി ഏലക്കായ വേണ്ടവർക്ക് പിന്നെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.